വീണ്ടും ഒരു അവിഹിത കൊല. അവിഹിത കൊല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദുരഭിമാന കൊലയൊന്നുമല്ല, അവിഹിതം. അതായത് വിവാഹം കഴിച്ച് ഭർത്താവും കുടുംബവുമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീക്ക് വേറൊരു പുരുഷനുമായിട്ട് തോന്നുന്ന ആ ബന്ധത്തെ പ്രണയമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രണയമെന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ? അതിനെ അവിഹിതം എന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ വിളിക്കുക. അതുകൊണ്ട് തന്നെ അവിഹിത കൊലയെന്ന് ഇതിനെ പറയേണ്ട ഒരു തിരുവനന്തപുരത്താണ് നടന്നിരിക്കുന്നത്. കുത്തി കൊലപ്പെടുത്തിയിട്ട് ഇതുവരെ കൊലപാതകയെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരുത്തനാണെന്ന് മാത്രം അറിയാം. എന്തായാലും കൊലപാതകി അവളുടെ സ്കൂട്ടറും കൂടെ എടുത്തോണ്ടാണ് പോയെന്ന്. സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും നമ്മുടെ സ്ത്രീകൾ പഠിക്കുന്നില്ലല്ലോ പൗർണമി. ഇങ്ങനെയുള്ള വള്ളിക്കെട്ടുകൾ ഇപ്പൊ പണ്ടൊക്കെ തേപ്പെന്ന് പറഞ്ഞാൽ തേച്ചില്ലേ വെണ്ണേ തേച്ചില്ലേ എന്ന് പാടിയ കാമുകന്മാരല്ല ഇന്ന് പഴയ കാമുകന്മാരല്ല. അല്ലെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് അങ്ങ് പോവാ. അല്ലാതെ വേറെ രീതിയിലുള്ള യാതൊരു ഉപദ്രവങ്ങളും ഇല്ല. ഇതിപ്പോ ഉപദ്രവിക്കാന്നല്ലോ, ആളെ തീർത്തേക്കുക, കൊന്നു കളഞ്ഞേക്കണം, വീട്ടിൽ കയറി അതായത് കുറെ അധികം വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഈ മരിച്ച വ്യക്തിയുടെ, മരിച്ച സ്ത്രീയുടെ ഭർത്താവും കുട്ടിയുമായിട്ട് അവർ ആ വീട്ടിൽ തിരുവനന്തപുരം കഠിനംകുളത്താണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത്. അതായത് കുട്ടി, ഈ മരിച്ചയാളും കുട്ടിയും ഭർത്താവും ഒന്നിച്ചു കഴിയുന്നു. ഭർത്താവ് ഒരു പൂജാരിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എന്നും സ്ഥിരമായിട്ട് വർഷങ്ങളായി അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് 10-25 വർഷമായിട്ട് അതേ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ രാവിലെ 5:30 ക്ഷേത്രത്തിലേക്ക് ദിവസേന പോവും. ഒരു 11:30 ആകുമ്പോൾ വരും. വൈകുന്നേരം വീണ്ടും ഇതേ സമയത്ത് 5:30 ക്ഷേത്രത്തിൽ പോവും. പിന്നെ മിക്ക ദിവസവും രാവിലെ പൂജയ്ക്കൊക്കെ ശേഷം 10-11 മണിയാകുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് അമ്പലത്തിൽ നിന്നുള്ള സാധനങ്ങളും ഒക്കെ ആയി വീട്ടിൽ വരുന്നത്. പ്രദേശവാസികൾക്കൊന്നും മോശമായിട്ടൊന്നും ഒരു അഭിപ്രായമില്ല, ഒന്നും പറയില്ല, നല്ല സഹകരിക്കുന്ന ആളുകൾ. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാർത്ത തികച്ചും യാദൃശികമായിട്ട് സംഭവിച്ചാണ്, വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. പക്ഷേ കൊലയാളിയെ സംബന്ധിച്ച് നല്ല കൃത്യമായ പ്ലാനോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് പറഞ്ഞത് കഴിഞ്ഞ 7 മാസം കുറച്ചധികം മാസങ്ങളായിട്ട് ഈ യുവതിയും ഈ പറയുന്ന ഈ കൊലപാതകിയുമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി, സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അടുപ്പത്തിലാവുന്നത്. ഭർത്താവിനോട് യുവതി പറഞ്ഞിട്ടുമുണ്ട്, എന്നെ ഒരാൾ കൊല്ലും, അല്ലെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊല്ലും, എനിക്ക് ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ചുരുളഴിയുന്നത് ഈ കൊലപാതകത്തിന് ശേഷമാണ്. ഈ പ്രതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീടിനോട് സമീപമുള്ളൊരു വീട് വാടകയ്ക്കെടുത്ത് കുറച്ച് ദിവസമായിട്ട് അവിടെ താമസിച്ച് വരികയാണ്. സംഭവിച്ച വേറൊന്നുമല്ല, ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ചിട്ട് തന്നോടൊപ്പം വരണമെന്ന് ഈ പ്രതി ആവശ്യപ്പെടുന്നു. ആ ആവശ്യം ഭാര്യ, ഈ പൂജാരിയുടെ ഭാര്യ നിരസിക്കുന്നു. ഈ ഒരു വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിലുള്ള നിഗമനം. പ്രതിയെ ഈ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവമാണ്. അപ്പോൾ പോലീസിനോട് ഈ കാര്യങ്ങൾ, അതായത് തൻ്റെ ഭാര്യ, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചോദ്യം വരും, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഭർത്താവ് പോലീസിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? ഭാര്യ തന്നെ ഒരാൾ കൊല്ലാൻ വരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ മുന്നോട്ടുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമായിട്ട് നിൽക്കുന്നു. പോലീസിനോട് ഈ കാര്യങ്ങൾ ഈ ഭർത്താവ് തന്നെയാണ് വെളിപ്പെടുത്തിയത് എന്ന് തന്നെ ആയാലും ഭർത്താവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാക്കിയിരിക്കുക. ചില പൊരുത്തക്കേടുകളൊക്കെ അവർക്കും എവിടെയോ തോന്നിയിട്ടുണ്ടാവാം, വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും നമ്മുടെ സ്ത്രീകൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചതുപോലെ സ്ത്രീകൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന പോലെ ഇന്ന് മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് വിട്ടാൽ തന്നെ ഭർതൃഗൃഹത്തിൽ പീഡനമാണെങ്കിൽ, ഭർത്താവിൻ്റെ കൈകളാൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഗാർഹിക പീഡനം ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു എന്ന പരാതി കൊണ്ട് തന്നെ നമ്മുടെ കോടതികൾ കൂമ്പാരമായി അടിഞ്ഞിരിക്കുകയാണ് പരാതികൾ. ആ ഇതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ കുറേയധികം അവിഹിത കാമുകന്മാർ, നോർമൽ കാമുകന്മാരെ വിഷം കൊടുത്തു കൊല്ലുന്ന കാലഘട്ടമാണിത്. അല്ലെങ്കിൽ കാമുകിമാരെ കൊന്ന് പീസാക്കി കഷ്ണങ്ങളായി ലിവിങ് ടുഗറായിട്ട് ജീവിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കൽക്കത്തയിലെ ഒരു കേസിൽ നമ്മൾ കണ്ടിരുന്നു. 5-6 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നവർ പിന്നെ നോക്കുക കുറച്ച് നാളിട്ട് കാമുകി അടുത്തില്ല. കുറേ ഒരു 6-7 മാസത്തിന് ശേഷം അന്വേഷിച്ച് വന്നപ്പോൾ അവൻ പല കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിലാക്കി പലയിടത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് കാമുകിയെ. അങ്ങനെ പല സംഭവങ്ങൾ. അതുപോലെ പഞ്ചാബിലൊരു ധാബയിൽ പിന്നെ സ്വന്തം കാമുകിയെ തല്ലിക്കൊന്ന് ഫ്രിഡ്ജിലാക്കി വെച്ച് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള നല്ല കാമുകന്മാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഒന്നും ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അപൂർവതയായിട്ട് ഇതിനൊന്നും ഒരിക്കലും ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ഡെയിലി നടക്കുന്ന കേസുകൾ. നമുക്ക് കോടതിയെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇതിലേക്ക് എങ്ങനെയാണ് അപൂർവത, റയറസ്റ്റ് ഓഫ് റയർ എന്നൊക്കെ എങ്ങനെ പറയാൻ സാധിക്കും? ഇങ്ങനെ എവറി ഡേ ഇത് സംഭവിക്കും നമ്മുടെ നാട്ടിലല്ലേ. നമ്മുടെ നവമാധ്യമങ്ങളൊക്കെ ഇത്രയധികം ഡെവലപ്ഡായി, ഇത്രയൊക്കെ അഡ്വാൻസ്ഡായി. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരാളുടെ കയ്യിൽ മിനിമം 2 സിമ്മും 2 ഫോണുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ യൂസും ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ്. മിക്ക പഞ്ചായത്തുകളും ഇന്ന് ഡിജിറ്റലാണ് അല്ലേ. ഇങ്ങനെയുള്ള എത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ലജ്ജിപ്പിക്കുന്ന ഒന്നാണ്. വേറൊന്നുകൊണ്ടല്ല, ഈ പറയുന്ന പോലെ അവിഹിത കൊലപാതകങ്ങൾ, ഈ പറയുന്ന വീട്ടിൽ കയറി ഇപ്പൊ 2 ദിവസം മുമ്പല്ലേ തന്നെ കളിയാക്കി എന്നതിന്റെ പേരിൽ 3 പേരുടെ ജീവൻ തലക്കടിച്ച് കൊലപ്പെടുത്തി കളഞ്ഞത്. കുറ്റബോധവും ഇല്ല. ചേന്നമംഗലത്താണ് നടന്നിരിക്കുന്നത്.
അങ്ങനെ ഒരുപാട് അധികം കൊലപാതകങ്ങളുടെ പരമ്പര ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുട്ടരുത്, ഇന്നിപ്പോൾ നമ്മളിത് വാർത്ത ചെയ്തു, നാളെ അടുത്ത വാർത്ത, നാളെ ഇനി വേറെ ഏതെങ്കിലും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്ത് നോക്കൂ, അമ്മയെ മകൻ ഇന്നലെ തന്നെ നമ്മൾ 2 കൊലപാതകങ്ങളുടെ കേസ് പറഞ്ഞു. അമ്മയെ മകൻ അടിച്ചു കൊല്ലുന്നു, അതുപോലെ തന്നെ അച്ഛനെ മകൻ അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് കാമുകി. പക്ഷേ ഇതിലൊക്കെ നമുക്ക് പുരുഷന്മാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്നൊരു കേസിലേക്ക് തന്നെ എത്തിച്ചേരണം. കാരണം ദയവ് ചെയ്ത് സ്ത്രീകൾ ഇതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും ഒക്കെ മറ്റുള്ളവരെ പരിചയപ്പെടുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് അവനെ കെട്ടാനോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാനോ തയ്യാറാക്കാം. വെറുതെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്ത് ചുമ്മാ വെറുതെ ഫ്ലേർട്ട് ചെയ്യും. ഇന്ന് ഫ്ലേർട്ടിംഗ് ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഫ്ലേർട്ട് ഓപ്ഷൻ ചെയ്ത് അപ്പുറത്തിരിക്കുന്നവൻ ഏത് ലെവലിലാണ് അത് എടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ബൈ ചാൻസിൽ ഒരു കയ്യബദ്ധം പറ്റിയതല്ല, എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇപ്പോൾ പറയുന്ന ഗ്രീഷ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അവർ നമ്മൾ പ്രണയിച്ചിട്ട് പോലും വെൽ പ്ലാൻഡ് ആയിട്ട് പലവട്ടം ട്രയൽ റൺ നടത്തി. ഈ ഡമ്മി ഇടുക, CBI-ലൊക്കെ ഡമ്മി ഇട്ട് കളിക്കുന്ന പോലെ പലവട്ടം ഷാരോണിൽ തന്നെ പരീക്ഷിച്ചിട്ടാണ് അവസാനം അവനെ കൊന്നു കളഞ്ഞത്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട വ്യക്തി ആരോ, ആ കൊലയാളി എന്ന് പറയുന്നവൻ പലവട്ടം ഇവരുടെ വീട്ടിൽ വരികയും ആ വീടിന്റെ സിറ്റുവേഷൻസ് നോക്കുകയും ഏത് സമയത്താണ് അവർ ആ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന തനിയെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടാകും. അത് കൂടാതെ 2 ദിവസം 2-3 ദിവസങ്ങളായിട്ട് തൊട്ടടുത്ത് വന്ന് താമസിക്കാന്ന് പറയുമ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, രാവിലെ 8 മണിക്ക് കുട്ടി 7 വയസ്സുണ്ട് കുട്ടിക്ക്, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 8 മണിക്ക് സ്കൂൾ വാൻ വന്നപ്പോൾ ഇവര് കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ വേണ്ടി വാനിൽ കയറ്റി സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിനും ഈ ഒരു സമയത്ത്, അതായത് 8 മണിക്കും 11:30ക്കും ഇടയ്ക്കാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ്. കൊലപ്പെട്ടപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അതാണ് ഭർത്താവ് തിരിച്ചു വരുമ്പോഴാണ് വീട്ടില് കുത്തേറ്റ് കിടക്കുന്നതായിട്ട് അറിയപ്പെടുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ പൗർണമി നേരത്തെ പറഞ്ഞ പോലെ ദുരൂഹത സംശയിക്കാം. കാരണം ഈ ബന്ധത്തിനെ കുറിച്ച് ഭർത്താവിന് നമുക്ക് അറിയുമോ എന്ന് അറിയില്ല. ഇതൊക്കെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ കാരണം ഇതുവരെ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല. സ്കൂട്ടർ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ, അതും ഇവരുടെ സ്കൂട്ടർ. അത് സ്ത്രീയുടെ ചെയ്യപ്പെട്ട സ്ത്രീയുടെ സ്കൂട്ടറാണ് കണ്ടെത്തിയത്. ആ സ്കൂട്ടറിൽ തന്നെയാണ് അവൻ കയറിപ്പോയത്. പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് പൂജാരിയായ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. ഈ വ്യക്തിയുടെ, അതായത് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാമുകന്റെ ഡീറ്റെയിൽസ് ഭർത്താവിന് ഓൾറെഡി അറിയുകയും ചെയ്യാം. ഇതൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ അതിനകത്ത് നമുക്ക് സംശയിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇന്നത്തെ ഒരു എൻഡ് ഓഫ് ദ ഒരു ഈ പറയുന്ന ഒരു വൈരാഗ്യത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, ഒരു പിണക്കത്തിന്റെ അവസാനം എന്ന് പറയുന്നത് മരണമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നഗ്ന സത്യം. ഒരു ട്രെൻഡ് ആണ് അത്. കാരണം ഒന്ന് വാക്ക് തർക്കത്തിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം 15-16 വയസ്സുള്ള ഒരു പയ്യനെ കുത്തിക്കൊന്നു കളഞ്ഞത്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നെങ്കിൽ ആ ആളെ തീർത്തേക്കാന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ മുതൽ ആ രീതിയിൽ തന്നെ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വല്ലാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിയമത്തിനുള്ള ശിക്ഷ ഇനി ഇവർക്ക് അറിഞ്ഞുകൂടി ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട് പൗർണമി ഞാൻ. കാരണം അവർക്കറിയാം നമ്മൾ പോലീസ് എഫിഷ്യൻ്റ് ആണ്, നമ്മുടെ നിയമങ്ങൾ ശക്തമാണ്, നമ്മൾ ജയിലിൽ പോകും, നാണം കെടും, അച്ഛനും അമ്മയാൽ വെറുക്കപ്പെടും. ഇതൊന്നും ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വിലയില്ലേ? അതൊന്നും ഒരു കൺസേൺ ചെയ്യുന്നതേ ഇല്ല. ഒരാളെ പ്രേമിക്കുന്നു, അയാൾ തേച്ചു, അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുറച്ചു കാലം മുമ്പ് മറ്റേ പെട്രോൾ, അങ്ങനെയാണ് നമ്മുടെ പെട്രോൾ പമ്പിൽ പെട്രോൾ കന്നാസിൽ കൊടുക്കുന്നത്, പെൺകുട്ടികളുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുക, ആസിഡ് ഒഴിക്കുക, അതൊക്കെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി കുത്തിക്കൊല്ലുക, അതൊക്കെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു ഉദ്ദേശം. പെണ്ണിന്റെ നമ്മുടെയൊക്കെ എനിക്ക് പത്തനംതിട്ടയിൽ എങ്ങാണ്ടല്ലേ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവനും മരിക്കുക ചെയ്യുക, അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സൈക്കിക്കുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ടതല്ല മാറിയിരിക്കുന്നത്. ഇവരെ നമുക്ക് സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു 60% യുവാക്കളെയും യുവതികളെയും സൈക്കോപാത്തുകളെന്ന് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ദേവി ചെയ്ത് ആണിനോടായാലും പെണ്ണിനോടായാലും നമുക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യും. ഇപ്പോൾ ഷാരോണിന് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അവൻ അന്ധമായി അവളെ വിശ്വസിച്ചുകൊണ്ട് അവളുടെ വിഷപരീക്ഷണങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നത്. തിരിച്ചും അങ്ങനെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഭർത്താവിൻ്റെ ഏത് തരത്തിലുള്ള ആളായിരിക്കുമെന്ന് ഭാര്യയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു പക്ഷേ അതിൽ നിന്നൊരു ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ പരിചയപ്പെടുകയും അയാളുമായിട്ട് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ ആ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് അവൾക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവാം. അതുവഴി പലവട്ടം ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടാവാം നമുക്ക് സത്യങ്ങൾ. എന്തായാലും അവൾ മരണപ്പെട്ടു. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പോലീസിൽ പരാതിപ്പെടാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നാണക്കേട് ഓർത്ത്, സ്വാഭാവികമായിട്ടും നാണക്കേടാണെന്ന് അറിയാമായിരിക്കും. ആ നാണക്കേട് കൊണ്ട് ഭർത്താവിനോട് പോലീസിൽ പരാതിപ്പെടാൻ സമ്മതിച്ചില്ല എന്നും ഭർത്താവ് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. ഇതിനകത്തൊക്കെയുള്ള സത്യം എന്താണെന്ന് ഇനി പുറത്ത് വരണം, തെളിയണം.
അപ്പോൾ എന്തായാലും ഇന്ന് കൗൺസിലിങ്സ് ആയാലും സൈബർ പോലീസുകളായാലും നമ്മളോട് പറയുന്നത് പരിചയമില്ലാത്ത നമ്പറുകൾ റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്ക് അങ്ങനെ അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ് ആപ്പുകൾ. യൂട്യൂബിൽ പിന്നെ അങ്ങനെയുള്ള ആപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആപ്പുകളിൽ നിങ്ങൾ ദയവ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളുടെ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാതെ എത്ര നേരിട്ട് കിട്ടാത്ത സ്നേഹമൊന്നും ഒരിക്കലും ഓൺലൈനിലൂടെ കിട്ടുമെന്ന് ചിന്തിക്കുന്നത്, അത് സ്നേഹമായാലും പണമായാലും ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. എല്ലാം വെർച്വലാണ്. സോ പക്ഷേ കൊലപാതകത്തിലേക്ക് വരുമ്പോൾ അത് വെർച്വൽ അല്ല, അത് റിയൽ ആണ്. സോ ലൈഫ് ഒരു റീലാക്കി മാറ്റാതെ, ഒരു വെർച്വലാക്കി മാറ്റാതെ, പ്രണയവും സ്നേഹവും ഒക്കെ വെർച്വലാക്കി മാറ്റാതെ ദയവ് ചെയ്ത് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അന്തസ്സായിട്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള വള്ളിക്കെട്ടുകളുമായിട്ട് ദയവ് ചെയ്ത് കണക്റ്റഡ് ആവാതിരിക്കുക. അത് നിങ്ങളുടെ ജീവന് തന്നെ ഇനി ആപത്തായി മാറുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുക.